5 കൊല്ലം പ്രണയിച്ചതിന് ശേഷം കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു സ്നേഹയുടെ ആദ്യത്തെ കൺഫ്യൂഷൻ. ഏകദേശം ഒരു 6 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചേക്കുന്നത്. 6 ദിവസം. സ്നേഹ ഒരു സ്റ്റേജിൽ എന്നോട് പറഞ്ഞത്, ഒരു സെഷനിൽ എന്നോട് പറഞ്ഞത്, അയാൾ ഗേ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, കാരണം ഞാൻ പ്രണയിച്ച ഒരാളാണ്. ഞാൻ ഡോക്ടർ വിദ്യേശ്വരി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു ജീവിതാനുഭവം, ആ പേഷ്യൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കവരെ സ്നേഹ എന്ന് വിളിക്കാം. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഡോക്ടർ, ഞാൻ എൻ്റെ ഈ ഒരു വിവാഹ ജീവിതം വേണ്ടാന്ന് വെക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല ഇനി ഈ ഒരു വിവാഹ ജീവിതത്തിൽ, എത്രയും പെട്ടെന്ന് എനിക്കിത് വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്താണ്, കാരണം ഞാൻ വളരെ സ്ട്രെസ്ഡാണ് എൻ്റെ വിവാഹ ജീവിതത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചോദിച്ചു, എന്താണ് സ്നേഹ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച സമയത്ത് സ്നേഹ പറഞ്ഞത്, സ്നേഹ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് എബ്രോഡാണ്. ഹസ്ബൻഡ് 5 കൊല്ലമായിട്ട് പുറത്ത് തന്നെയാണ്. ഏകദേശം ഒരു 6 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചേക്കുന്നത്. 6 ദിവസം. ഈ ഒരു 6 ദിവസത്തിൽ സ്നേഹയ്ക്ക് ഉണ്ടായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻസ്, ഏറ്റവും തമാശയായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു. ഇവർ 5 കൊല്ലം പ്രണയിച്ചതിന് ശേഷം കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. എന്നിട്ട് സ്നേഹം പറഞ്ഞത്, 6 ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. പക്ഷേ ഇയാൾ എബ്രോഡ് പോയി, ഇയാളുടെ ജോലി സംബന്ധമായിട്ട് ഇയാൾ എബ്രോഡ് പോയതിന് ശേഷം യാതൊരു വിധത്തിലെ ഒരു വൈഫ് എന്ന രീതിയിലൊരു കൺസിഡറേഷനോ, ഇടയ്ക്ക് വിളിക്കും, ഫോൺ ചെയ്യും, വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായി മാറിയിരുന്നു. ഈ കണ്ട സമയം, ഈ ഒരു കാലഘട്ടത്തിൽ മൊത്തം സ്നേഹ താമസിച്ചിരുന്നത് ഇയാളുടെ അമ്മയുടെ കൂടെ തന്നെയാണ്, ഇയാളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഒരു വീഡിയോ കോൾ ചെയ്യാൻ പോലും ഇയാൾ അനുവദിക്കില്ല. അപ്പോൾ സ്നേഹ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഒരു വീഡിയോ കോൾ പോലും ചെയ്യാൻ ഇയാൾ അനുവദിക്കാത്തത്, ഇയാളുടെ പ്രശ്നം എന്താ? നമുക്ക് സാങ്കല്പികമായിട്ട് അയാൾക്ക് പ്രവീൺ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ വീട്ടിലാണെങ്കിലും പ്രവീണിൻ്റെ അമ്മയായിട്ട് സ്നേഹം നല്ല രീതിയിൽ അവർ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു, ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ 5 വർഷമായിട്ട് ഇടയ്ക്കൊരു കോൾ, അന്ന് മാത്രമാണ് ഹസ്ബൻഡ് എന്ന രീതിയിൽ വരുന്നത്. അയാൾ നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ല 5 കൊല്ലമായിട്ട്. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു സ്നേഹയുടെ ആദ്യത്തെ കൺഫ്യൂഷൻ. പിന്നീട് സ്നേഹ ഇയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാം, എബ്രോഡിലേക്ക് ഞാനും എത്തിയാൽ ഒരു പക്ഷേ അവർ തമ്മിൽ ഒരുമിച്ചായാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്ന് സ്നേഹ വിശ്വസിച്ചു. പക്ഷേ പുറത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾ ബ്ലോക്ക് ചെയ്തു. സ്നേഹ ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഇയാൾ ഒരു വിസയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുകയോ, സ്നേഹനോട് പറഞ്ഞത്, ഒരു തവണ സ്നേഹയ്ക്ക് കിട്ടിയൊരു മെയിലിൽ മനസ്സിലാക്കിയത് വിസ ഇയാളായിട്ട് തന്നെ ക്യാൻസൽ ചെയ്തു, വരണ്ട സ്നേഹ അങ്ങോട്ട് എന്നുള്ള രീതിയിൽ. സ്നേഹയുടെ വീട്ടുകാർ ഇടപെട്ടു, സ്നേഹയുടെ അച്ഛൻ അമ്മ എല്ലാവരും ഇടപെട്ടു. അച്ഛൻ അമ്മയും പ്രവീണിൻ്റെ അമ്മയും തമ്മിൽ പിന്നെ ആ ഒരു കാര്യത്തിന് അവർ തമ്മിൽ തെറ്റാൻ തുടങ്ങി. അങ്ങനെ വിവാഹത്തിൽ മൊത്തത്തിലൊരു പ്രശ്നം. എങ്ങനെയെങ്കിലും എന്നെ സ്നേഹ തീരുമാനിച്ചു, ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കേണ്ട, സ്വന്തം വീട്ടിലേക്ക് ഞാൻ വരാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും പ്രവീണിന് യാതൊരു വിധത്തിലെ ഒരു സ്നേഹയ്ക്ക് എന്ത് സംഭവിക്കുന്നു, സ്നേഹയുടെ പ്രശ്നം എന്താ എന്ന് പ്രവീൺ മനസ്സിലാക്കുന്നില്ല. പിന്നെ സ്നേഹയുടെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും, നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച പ്രൊഫസേഴ്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുമല്ലോ. സ്നേഹ കോൺടാക്ട് ചെയ്തു, സ്നേഹയുടെ പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്തു. ഇവർ ഒരുമിച്ച് പഠിച്ചവരാണ്. കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇയാൾക്ക് ഒരു ഗേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് ആ പ്രൊഫസർ സ്നേഹയോട് പറഞ്ഞത്. അപ്പോൾ സ്നേഹ അങ്ങ് ആകെ ഷോക്കായിപ്പോയി. കാരണം 5 കൊല്ലം പ്രണയിച്ചു. പക്ഷേ അപ്പോൾ ഞാൻ സ്നേഹയോട് ചോദിച്ചു, ആസ് എ തെറപ്പിസ്റ്റ് ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഈ 5 കൊല്ലം സ്നേഹിക്ക് തോന്നിയില്ലേ ഇയാൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്? ഒരു ചോയ്സ് ആണല്ലോ അത്, ഒരു ഗേ ആവാന്നുള്ളത് അവനവൻ്റെ ചോയ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ആണ്, ഒരു സ്നേഹയോടെല്ലാം ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കിയില്ലേ?
എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു, ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല, എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, ഞങ്ങൾ ആക്റ്റീവായിട്ട് ഒരുമിച്ച് പല കാര്യങ്ങളും കോളേജിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അപ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നില്ല. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്താണെന്ന് പറയുക ഇവരുടെ പ്രണയത്തിൻ്റെ, സ്നേഹ ഒരു സ്റ്റേജിൽ എന്നോട് പറഞ്ഞത്, ഒരു സെഷനിൽ എന്നോട് പറഞ്ഞത്, അയാൾ ഗേ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, കാരണം ഞാൻ പ്രണയിച്ച ഒരാളാണ്, അയാൾ ഗേ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല, നമുക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്താൽ പോരെ. അതായിരുന്നു സ്നേഹയുടെ നിലപാട്. പക്ഷേ അയാൾ ചെയ്തത്, പ്രവീൺ ടോട്ടലി കുട്ടിയെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യായിരുന്നു. ഒരു ആള്, ഒരു മാൻ ഒരു ഗേ ആവുക എന്നുള്ളത് അത് ബൈ ബർത്ത് അല്ലെങ്കിൽ അവർ ചോയ്സ് ഓഫ് സെക്ഷുവാലിറ്റിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു തെറ്റ് എന്നുള്ളൊരു രീതിയിലല്ല. സ്നേഹ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സണാണ്. ആസ് എ ഡോക്ടർ എനിക്കും തോന്നുന്നത് ഒരിക്കലും ഒരു ഗേ സ്റ്റേറ്റസ് തെറ്റല്ല. പക്ഷെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് അത് പോകുമ്പോൾ ആ ഗേ ആയിട്ടുള്ള പേഴ്സണും കൺഫ്യൂസ്ഡാണ്, ഈ സ്നേഹയും കൺഫ്യൂസ്ഡാണ്, ഈ കല്യാണം കഴിച്ച കുട്ടിയും കൺഫ്യൂസ്ഡാണ്, വാട്ട് ടു ഡു. ഒരു സെഷൻ്റെ ഇടയ്ക്ക് ഞാൻ സ്നേഹയോട് ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്ടം 5 കൊല്ലം നിങ്ങൾ പ്രണയിച്ചല്ലോ, ആ പ്രണയിച്ച സമയത്ത് പ്രവീണിൻ്റെ ഒരു എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലേ ഇഷ്ടത്തിന്? അപ്പോൾ എന്നോട് സ്നേഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, കോളേജിലെ ഏതൊരു ഫങ്ഷന് സ്നേഹ ഒരു ഇഷ്ടം കാണിച്ച് ഒന്ന് കയ്യിൽ പിടിച്ചപ്പോൾ തട്ടി മാറ്റുകയാണ് ചെയ്തത്. അത് മാത്രമാണ് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ്, ഒരു മോശം ഒരു അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഒരു ഫോൺ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരുമിച്ച് ഓരോരോ പ്രോഗ്രാംസൊക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം അത്ര ഒരു ബ്രില്യൻറ്റ് പേഴ്സണാണ്. കാരണം ഇന്നും സ്നേഹയ്ക്ക് അയാളെ ഇഷ്ടമാണ്. കാരണം അയാളുടെ ബ്രില്യൻസിനെയാണ് സ്നേഹിച്ചത്. സ്നേഹ പറയുന്നത്, എനിക്ക് ഇന്നും ഞാൻ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എന്നോടത് ഓപ്പണായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയേനെ. പിന്നെ വളരെ നമ്മൾ ഈ സെഷൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ സ്നേഹയോട് ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ഒരു 6 ദിവസമാണെങ്കിലും നിങ്ങൾ തമ്മിലൊരു സെക്ഷൽ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സ്നേഹ പറഞ്ഞത് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആണ്. കാരണം ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നില്ല. ഇയാൾക്ക് യാതൊരു വിധത്തിൽ ഇവർ തമ്മിലൊരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഇങ്ങോട്ടും ഉള്ള ഒരു യാതൊരു വിധത്തിലും സംഭവിച്ചിട്ടില്ല എന്നാണ് സ്നേഹ പറഞ്ഞത്. കാരണം സ്നേഹയ്ക്ക് മനസ്സിലായി ഇയാളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് സ്നേഹയ്ക്ക് ക്ലിയർ ആയിരുന്നു. പക്ഷെ അതും വിചാരിച്ചത് ടയേർഡായിരിക്കും, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നല്ലാതെ സ്നേഹയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഡൗട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ റൊമാൻസിൽ എക്സ്പ്രഷൻസ് കൂടുതലാണ്, കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ജനറേഷൻ. സ്നേഹയ്ക്ക് അത് പറ്റിയിട്ടുണ്ടല്ലോ. സ്നേഹ ടോട്ടലി അയാളുടെ മാജിക്കിൽ അയാളോട് ഒരു ഒരു വളരെയധികം ഉള്ള പ്രണയം കൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് സ്നേഹ ചിന്തിച്ചില്ല എന്നാണ് സ്നേഹ പറയുന്നത്. ഇപ്പോൾ അവർ പ്രവീണിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പ്രവീൺ ഒരു പക്ഷേ ഈ കുട്ടിയോട് ഓപ്പണായിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്, പക്ഷെ ഒരു വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുകൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വിമനോടുള്ളൊരു ഇഷ്ടമല്ല എന്നുള്ളത്, എഡ്യൂക്കേറ്റഡ് ആണ് രണ്ടുപേരും, അവർക്ക് പറയാമായിരുന്നു. ഇവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും എന്നാണ് എൻ്റെ ചിന്തയിൽ പോയത്. കാരണം രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. വീട്ടുകാർ നിർബന്ധിച്ചാലും പ്രവീണിന് പറയാമായിരുന്നു, ഞാൻ വിവാഹത്തിന് തയ്യാറല്ല, എനിക്ക് ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കാരണം എനിക്ക് വിമനോടല്ല താല്പര്യമെന്ന് പറയാമായിരുന്നു. പക്ഷെ അത് പ്രവീൺ പറഞ്ഞില്ല. അപ്പോൾ ഏകദേശം രണ്ടുപേരുടെയും, ഞാൻ സ്നേഹയുടെ പക്ഷം പിടിച്ച് മാത്രമല്ല, കാരണം ഒരിക്കലും എനിക്ക് പ്രവീണിനെ കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് സ്നേഹ മാത്രമാണ് കാണാൻ പറ്റിയത്. പ്രവീണിൻ്റെ ഈ ഒരു സ്റ്റേറ്റസ് സ്നേഹയാണ് പറഞ്ഞത്. പക്ഷെ പ്രവീൺ തിരിച്ചു വരികയോ, പ്രവീൺ ഇന്നും തിരിച്ചു വന്നിട്ടുമില്ല നാട്ടിലേക്ക്. പക്ഷേ പ്രവീണിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി വ്യത്യാസമാണെന്നുള്ള ഒരൊറ്റ റീസണോട് നിർബന്ധമായി സൊസൈറ്റി അവരെ വിവാഹത്തിലേക്ക് തള്ളി വിട്ടാൽ ഒരുപാട് ജീവിതങ്ങളാണ് അതിനകത്ത് പെടുന്നത്. ഇപ്പോൾ സ്നേഹയുടെ അച്ഛനമ്മ, പ്രവീണിൻ്റെ പേരൻസ് എല്ലാവരും ഇതിനകത്ത് പെടുകയാണ്. കാരണം ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിവാഹ ബന്ധം ഇവർ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഒരു കേസ് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ പ്രവീണിൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഗേ സ്റ്റേറ്റസ് ആണ്. പ്രവീണിൻ്റെ ഇൻട്രസ്റ്റ് വേറെയാണ്. ഇൻട്രസ്റ്റ് ഒരു വിമൻ അല്ല പ്രവീണിൻ്റെ ഇൻട്രസ്റ്റ്, അതൊരു അസുഖമല്ല, അത് പ്രവീണിൻ്റെ ചോയ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു സൊല്യൂഷൻ, ഇതിനൊരു പരിഹാരം നമ്മളിതിന് കണ്ടത് വളരെ ബോൾഡായിട്ട് സ്നേഹ നിന്നു. വളരെ ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്. നമ്മൾ കണ്ടൊരു പരിഹാരം എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്, സെപ്പറേറ്റ് ആവുക. കാരണം
രണ്ടുപേരെയും ജീവിതം ഒരു 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 ഇതുപോലുള്ള സങ്കടങ്ങളും ഇങ്ങോട്ടുള്ള യാതൊരു വിധത്തിലെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു വിവാഹ ബന്ധം നമ്മൾ തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ എപ്പോഴും പല ബന്ധങ്ങളും റിലേഷൻഷിപ്സും ഒരുമിച്ചാക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഈ ഒരു കേസിൽ ഇത് ഒരുമിച്ചാക്കേണ്ട കാര്യമില്ലല്ലോ. പ്രവീണിൻ്റെ ജീവിതമായിട്ട് മുമ്പിലേക്ക് പോവാം, സ്നേഹയ്ക്ക് സ്നേഹയുടെ ജീവിതമായിട്ട് മുമ്പിലേക്ക് പോവാം. കാരണം ചോയ്സ് ഓഫ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വേറെയാണ്. അതോടുകൂടി ഇവർ തീരുമാനിക്കുകയാണ് ഇവർ രണ്ട് വഴിക്ക് പിരിയാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. ഇതുപോലുള്ള സ്നേഹയുടെ ഒരു അനുഭവമുള്ളവർ അല്ലെങ്കിൽ പ്രവീണിൻ്റെ അനുഭവം, നമ്മൾ പ്രവീണിനെയും മനസ്സിലാക്കണം. കാരണം പ്രവീണിൻ്റെ ഗേ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗേ ഒരു ചോയ്സാണ്. അപ്പോൾ അയാൾക്ക് അതാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിവാഹത്തിന് അയാൾ വേണ്ട എന്ന് പറയാമായിരുന്നു. ഒരു പക്ഷേ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേറൊരു ജീവിതവും കൂടി ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അതിലേക്ക് പെടില്ലായിരുന്നു, ആ ഒരു ഇഷ്ടത്തിലേക്ക് പെടില്ലായിരുന്നു. ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ചുറ്റുവട്ടത്തുള്ളവർ ഫേസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുകയും ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കിട്ടാവുന്നതാണ്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.